പേപ്പർ പടക്കെടുത്തതിന് ശേഷം ആദ്യത്തെ മരുന്നെല്ലാം തന്നെ വേറെ പേപ്പറിലേക്ക് ആക്കിയിട്ട് എറിയുകയാണെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാകുമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പോപ്പാണ് വേണ്ടത്. ഞാൻ അവിടെ പോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പടക്കം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇതിൻ്റെ കവറെല്ലാം പൊളിച്ചതിന് ശേഷം ഈ ഒരു പടക്കം നമുക്ക് മുഴുവനായിട്ടും തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ആയിട്ട് കൊട്ടി കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു പോപ്പ് എല്ലാം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വീഡിയോയിൽ കണ്ട പോലെ ഇതിന് ഓരോ പടക്കം എടുത്തതിന് ശേഷം ആദ്യത്തെ മരുന്ന് നമുക്കൊരു വേറെ പേപ്പറിലേക്ക് ആക്കി കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോക്ക് ലൈക്കും കൂടിയും ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്ര പ്രാവശ്യം പോപ്പ് എന്ന് പറയുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എൻ്റെ വക ചെറിയൊരു സമ്മാനം. അതുപോലെ നിങ്ങൾ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഈ ഒരു പടക്കം മേടിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് കൂടി ചെയ്തേക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു മരുന്നെല്ലാം തന്നെ ഈ ഒരു പേപ്പറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഇതൊന്ന് ചിറ്റി കൊടുക്കാം. കത്രിക ഉപയോഗിച്ച് മുറിച്ചും കൂടി കൊടുക്കാം. ഇനി ഇത് നിലത്തിലേക്ക് ഇടുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ കണ്ട പോലെ നല്ല വലിയൊരു സൗണ്ട് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ട പോലെ ഇത് നിലത്തിട്ട് നോക്കിയ സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.